എല്ലായിടത്തും നമ്മൾ അങ്ങനെയല്ല പറഞ്ഞിട്ടില്ലേ. പിന്നെ വേറെ കാര്യം, ഞാൻ പ്രസിഡന്റായ ഒരു ആദ്യത്തെ ഉത്സവമായി, അത് നമുക്ക് അടിച്ചു പൊളിക്കാം. വീട്ടിലെത്തിയിട്ട് കഴിക്കാം. ഇതല്ല എത്ര ദിവസം വന്നിട്ട്? ഒരാഴ്ച. ഇപ്പൊ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ കാര്യം അറിയില്ലേ? ഓ അറിയാം. സജീവമായിട്ടുണ്ടാണ് കേട്ടോ. എന്താവോന്ന് അറിയില്ലേ, അടുത്തുള്ള പ്രശ്നങ്ങൾ കാരണം ഉത്സവത്തിനായിട്ട് വന്നതാ. ഇപ്പോ എന്താ വിളിക്കാന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ റെസീറ്റിന്റെ കാര്യം അത് നിങ്ങൾ വീട്ടിൽ വന്നു അവരുടെ വിഷയമായിട്ടുള്ളത് അല്ലേ? അതിർത്തിയിലാകെ പ്രശ്നമില്ല, ഒന്നും പറയാൻ പറ്റില്ല. യുദ്ധം എന്തായാലും പെട്ടെന്ന് ഉണ്ടാവുന്ന ഇന്നത്തെ അവസ്ഥ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. വെള്ളം ഞാൻ വേണ്ട വേണ്ട, വെള്ളം മോൻ പോരണ്ട, ഞാൻ കോരിക്കോളാം. മോൻ പോയി വിറക് കീറും. പട്ടാളക്കാരൻ വിറക് കീറാം. ഒരു കുഴപ്പമില്ല ശരി. രജൌരിയിൽ തിരിച്ചടിച്ച സൈന്യം. സുരക്ഷാ സേന ഒരു ഭീകരനെ വധിച്ചു. കരസേനാ മേധാവി ജമ്മുവിലെത്തി ഇന്നലെ വീരമൃത്യു വരിച്ച സൈനികർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം ജമ്മുവിലെത്തും. സവാദ് മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു. സവാദ്, അപ്പോൾ കനത്ത തിരിച്ചടി തന്നെയാണ് സൈന്യം ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും രജൌരിയിൽ ഇന്നലെ 5 സൈനികർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ വീരമൃത്യു വരിച്ചു. ആ ഒരു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർക്കായി ഇന്നലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു തെരച്ചിൽ ഈ വനത്തിൽ നടത്തിയിരുന്നു. ഓപ്പറേഷൻ ത്രിനേത്ര എന്ന പേരിൽ ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനൊടുവിൽ ഇപ്പോൾ ഒരു ഭീകരനെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭീകരന് പരിക്കേറ്റതായിട്ടുള്ള ഒരു സംശയവും സൈന്യത്തിനുണ്ട്. ആ ഭീകരനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോഴും അവിടെ വനത്തിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവം സ്ഥിരീകരിച്ച സൈന്യം ഇനിയിപ്പം ബോഡി എത്തേണ്ട സമയം നമുക്കറിയില്ല. പിന്നെ നമ്മളിവിടെ വിവരം അറിയിക്കണം. ഓക്കെ സർ, ഓക്കെ 10 മണിക്ക് ബോഡി എത്തും. എന്തായാലും നമുക്ക് വിവരം എന്താ ഇങ്ങോട്ട് പോകണം. അല്ലത് പറഞ്ഞേക്കല്ലേ? ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനാണ് അല്ലേ? നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ആഗസ്റ്റ് 9 ഉണ്ട്, അത് നാഗസാക്കി ദിനാണ്. ഈ ദിനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എന്താ? ഹിരോഷിമ എന്ന് പറയുന്നത് ജപ്പാനിലൊരു സ്ഥലമാണ് അല്ലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ബോംബിട്ടു. 2ാം ലോക മഹായുദ്ധ
കാലഘട്ടത്തിലാണ് ബോംബിട്ടത്. വലിയ ബോംബാണ്, അണുബോംബാണ്. ആ ബോംബ് കൊണ്ടിട്ടത് എറിഞ്ഞതൊന്നുമല്ല, വലിയൊരു വിമാനത്തില് അതാണ് ആകാശത്ത് നിന്നാണ് ഈ ബോംബ് താഴേക്ക് ഇട്ടത്. അപ്പൊ ഇടുന്ന സമയത്ത് ഹിരോഷിമ എന്ന് പറയുന്ന വലിയൊരു പട്ടണമാണ്. ഒരുപാട് ആളുകൾ, കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുള്ള ഒരു വലിയ പട്ടണമാണ്. ഒരുപാട് കെട്ടിടങ്ങളൊക്കെയുള്ള വലിയ പട്ടണം. ആ പട്ടണത്തിന്റെ നടുവിലാണ് ഈ ബോംബ് കൊണ്ടിടുന്നത്. ബോംബ് ഇട്ടപ്പോ സാധാരണ ചെറിയ ബോംബ് പൊട്ടുന്ന പോലെ എന്നുള്ളത് പൊട്ടി ഭയങ്കരമായ പൊട്ടലാണ് പിന്നെ ഈ ഒരു ബോംബ് ഇട്ടപ്പോ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കുട്ടികൾക്കാന്ന് പറഞ്ഞില്ലേ, ഒരുപാട് കുട്ടികള് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു വരുന്നുണ്ടാവും. അപ്പൊ അവര് പിന്നെ അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയോ? ഇല്ല. അവർക്ക് ഭക്ഷണം കിട്ടുമോ? നിങ്ങൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവര് ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ അടിപിടി കൂടുന്നു. ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ആളുകളുണ്ട് അവിടെ. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒക്കെ ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് ഇവര് പിടിച്ച് പറിക്കുകയാണ് ചെയ്യുക. എനക്കാദ്യം നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ ഇവിടുന്ന്? അപ്പൊ അങ്ങനെ അവസരം ഉണ്ടോ? ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടോ നമുക്ക്? ഇല്ല. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാല് അവിടെ ഭക്ഷണം ഉണ്ടാവില്ല. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സ്വത്തൊക്കെ നഷ്ടപ്പെടുത്തുന്ന യുദ്ധം നമുക്ക് വേണോ? വേണ്ട. നമ്മൾ യുദ്ധത്തിനെതിരല്ലേ? അപ്പൊ നമുക്ക് ഒന്നിച്ച് പറയാം, നോ വാർ. അതെന്താ? ഇന്ന് മാഷി പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് പിന്നെ അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയോ? ഇല്ല. അവർക്ക് ഭക്ഷണം കിട്ടുമോ? നിങ്ങൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവര് ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ അടിപിടി കൂടുന്നു. ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ആളുകളുണ്ട് അവിടെ. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒക്കെ ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് ഇവര് പിടിച്ച് പറിക്കുകയാണ് ചെയ്യുക. നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ ഇവിടുന്ന്? അപ്പൊ അങ്ങനെ അവസരം ഉണ്ടോ? ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടോ നമുക്ക്?